പന്തലിലെത്തി. ആ സമയത്താണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ പ്രണയം മുട്ടിടുന്നത്. ആ പ്രണയത്തിന്റെ സമർപ്പണമായ ഭാവം വരുന്നത് കല്യാണ പന്തലിൽ പ്രതിസുതവരനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോ ആ കാലഘട്ടത്തിലെ പ്രമാണികൾ പിതാവായ ഖുവൈലിദിനോട് ചോദിച്ചു, വധുവിന്റെ പിതാവിനോട്, ഖുവൈലിദേ, കോടീശ്വരനായ ഈ നാട്ടിലെ പ്രമാണിയായ കുടുംബക്കാരനായ നിന്റെ മകളായ സുന്ദരിയായ ഖദീജയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഈ അനാഥനായ ദരിദ്രനായ ഇടയ ചെറുക്കനായ മുഹമ്മദിനെ അല്ലാതെ മറ്റൊരാളെ കിട്ടിയില്ല ഖുവൈലിദേ. ചോദ്യം വധുവിന്റെ പിതാവിന്റെ മനസ്സിലേക്ക് കുതിച്ചേറുമ്പോ ആയിരക്കണക്കിന് ആളുകൾ വന്നു നിൽക്കുന്ന കല്യാണ പന്തലിൽ നിരന്നു നിൽക്കുന്ന പ്രമാണിമാരുടെ ഇടയിൽ തന്റെ ഭർത്താവാകാൻ വേണ്ടി പോകുന്ന, ഭർത്താവായിട്ട് പോലുമില്ല ആകാൻ പോകുന്ന തന്റെ പ്രിയപ്പെട്ട ജീവിതത്തിലോട്ട് കടന്നു വരുന്ന ആ മനുഷ്യന്റെ നേരെ അപരാധത്തിന്റെ കൂരമ്പുകൾ വന്നപ്പോ തന്റെ ആ സമൂഹത്തിന്റെ അപമാനത്തിന്റെ കൂരമ്പുകളേറ്റ് മുറിവേറ്റ് നിന്ന് കല്യാണ പന്തലിൽ ഇരിക്കേണ്ടി വന്ന ചെറുപ്പക്കാരനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഹൃദയം ഇങ്ങനെ വേദന കൊണ്ടിരിക്കുമ്പോ കല്യാണ പന്തലിൽ പരസ്യമായിട്ട് ആളുകൾ എഴുന്നേറ്റ് നിന്ന് അല്ലാഹുവിന്റെ റസൂലിനെ പരിഹസിക്കുമ്പോ ഈ പരമദരിദ്രനെയാണോ മക്കയിലെ കോടിപതിയായ ഖുവൈലിദിന്റെ മകളെ കെട്ടാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോ ആ സമയത്താണ് സഹോദരി ഒരു പെണ്ണിന്റെ പ്രണയമേതെന്ന് തിരിച്ചറിയേണ്ടത്. ആൾക്കൂട്ടത്തിന്റെ മുമ്പിലേക്ക് വന്നിട്ട് മഹതിയായ ഖദീജ റളിയല്ലാഹു തആല വിളിച്ചു പറയുകയാ, എന്റെ പ്രിയപ്പെട്ട കുടുംബക്കാരെ, എന്റെ പ്രിയപ്പെട്ട മക്കക്കാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെയോ? ലോക ചരിത്രത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സംഭവം പോലെ ഖദീജ ബീവി എഴുന്നേറ്റു നിന്നു. വെറുതെ അല്ല ഖദീജ മഹദിയായത്. മക്കക്കാരെ, എന്റെ ഭർത്താവാകാൻ പോകുന്ന മുഹമ്മദ് നബിയുടെ ഏറ്റവും വലിയ പോരായ്മ അദ്ദേഹം ഒരു ദരിദ്രനായതാണെങ്കിൽ ഇതാ ഖദീജയുടെ പേരിലുള്ള മുഴുവൻ സമ്പത്തുകളെ ഞാൻ മുഹമ്മദ് നബിക്ക് കൈമാറുകയോ. ഈ സദസ്സിൽ വെച്ച് ഖദീജയുടെ കയ്യിലുള്ള മുഴുവൻ സമ്പത്തുകളും പരമദരിദ്രനായി നിങ്ങൾ മുദ്രകുത്തിയ മുഹമ്മദ് നബിക്ക് ഞാൻ കൈമാറുകയോ. ഇനി നിങ്ങൾ പറ, ഇപ്പൊ കോടീശ്വരൻ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്പൊ പരമദരിദ്ര ഖദീജയാണ്. ഇനി നിങ്ങൾ പറ, ഈ മുഹമ്മദിന് ഖുവൈലിദിന്റെ മകളായ ഖദീജയെ കെട്ടാൻ യോഗ്യതയുണ്ടോ? മക്കക്കാര് മുഴുവനും തലകുനിച്ചു നിന്നുപോയി. പെങ്ങളെ, പെങ്ങളെ, ജീവിതത്തിന്റെ പ്രണയാചരത്തിന്റെ ആദ്യ വല്ലരി മുട്ടിടേണ്ടത് എന്റെ ഭർത്താവ് മറ്റൊരു തന്റെ മുമ്പിൽ തലകുനിക്കേണ്ടി വരുമ്പോഴാണ്. എന്താണ് പ്രണയമെന്നറിയുമോ? ഞാൻ ഒരിക്കൽ കൂടി സമകാലീന ലോകത്തോട് പറഞ്ഞു തരട്ടെയോ? ഭർത്താവിന്റെ തലകുനിച്ചപ്പോ തനിക്കിഷ്ടപ്പെട്ട വിലപ്പെട്ടതെല്ലാം ഭർത്താവിന് വാരിക്കൊടുത്തിട്ട് ഇനി എനിക്കൊന്നുമില്ലെങ്കിലും എന്റെ ഭർത്താവ് തലകുനിക്കരുതെന്ന് പറഞ്ഞ പ്രണയാചരത്തിന്റെ പരിപ്രോക്തമായ നാമമാണ് ഖദീജ. പക്ഷേ പെങ്ങളെ, ഇന്ന് നിനക്ക് വിലപ്പെട്ടതെല്ലാം മറ്റൊരുത്തനെ സമർപ്പിച്ചു കൊടുത്ത് ആളുകളുടെ മുമ്പിൽ നിന്റെ ഭർത്താവ് തലകുനിച്ചു നിൽക്കുമ്പോ ഗൾഫിൽ പോയി കഷ്ടപ്പെടുന്ന ഭർത്താവ്, മണലാരുണ്യത്തിൽ കഷ്ടപ്പെടുന്ന ഭർത്താവ്, ഇന്ന് ഗൾഫുകാരന്റെ ഹൃദയത്തിനാണ് മരുഭൂമിയേക്കാൾ ചൂടുള്ളത്. എപ്പോഴാണ് ജോലി പോകുന്നതെന്നറിയില്ല, എപ്പോഴാണ് ഖുറൂദ് അടിക്കുന്നതെന്നറിയില്ല, എപ്പോഴാണ് സ്വദേശിവൽക്കരണം വരുന്നതെന്നറിയില്ല. വീടിന്റെ ലോൺ അടച്ചു തീർക്കാൻ, പെങ്ങളെ കെട്ടിച്ച കടം തീർക്കാൻ, തന്റെ മക്കളെ കെട്ടിച്ചതിന്റെ കടം തീർക്കാൻ മണലാരുണ്യത്തിലിടുന്നവൻ വേവലാതിപ്പെടുകയാണ്. ആ വേവലാതിപ്പെടുന്ന ഭർത്താവ് അപ്പോഴും അവന്റെ ഹൃദയത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ മരുഭൂമിയുടെ ചൂടിൽ ജോലി ചെയ്യുമ്പോ പ്രവാസിയുടെ ഹൃദയത്തിന് തണുപ്പ് കിട്ടുന്നത് എപ്പോഴെന്നറിയോ? എല്ലാ ജോലിയും കഴിഞ്ഞ് റൂമിലേക്ക് വന്ന് ഈത്തപ്പഴം അടുക്കിയിട്ടതുപോലെ ലേബർ ക്യാമ്പിൽ കിടക്കുന്ന ബെഡിൽ വന്ന് കിടന്നിട്ട് നാട്ടിലേക്ക് വിളിച്ചിട്ട് ഭാര്യയുടെ സ്വരം കേൾക്കുമ്പോ, പൊന്നുമക്കൾ ഉപ്പാന്നൊന്ന് വിളിക്കുമ്പോ, 2 വർഷമായി മോളെ കണ്ടിട്ട് 3 വർഷമായി മോളെ കണ്ടിട്ട് ഉപ്പാന്ന് മോള് വിളിക്കുമ്പോ ഹൃദയത്തിനുണ്ടാകുന്ന തണുപ്പ്, അതാണ് പ്രവാസിയുടെ ഹൃദയത്തിന്റെ ആകെ ഒരു തണുപ്പ്. തനിക്ക് വിലപ്പെട്ട ആരോഗ്യവും വിലപ്പെട്ട സമയവും പ്രവാസ മണ്ണിൽ കഴിഞ്ഞ് ഭർത്താവ് ജോലി ചെയ്യുമ്പോ നാട്ടിലെ കാമുകന്മാരെ വിളിച്ചു വരുത്തി. ഇത് വെറുതെ ഒരു സ്ഥിരം പ്രസംഗമല്ല, ഓരോ ദിവസവും കേട്ടുന്നത് ഞെട്ടിക്കുന്ന വാർത്തകളാ. എന്റെ പ്രിയപ്പെട്ട സഹോദരി, വേറൊരുത്തന്റെ കൂടെ ഒളിച്ചോടുമ്പോ, തടസ്സമായി നിൽക്കുന്ന മക്കളെ കുടിച്ചു മൂടുമ്പോ, ആ മക്കളെ വലിച്ചെറിയുമ്പോ ഇറങ്ങിയ ഭർത്താവ് മറ്റൊരാളുടെ മുമ്പിൽ, നാടിന്റെ മുമ്പിൽ തലകുനിച്ചു നിൽക്കുന്നു. അവൻ റോഡിലൂടെ ഇറങ്ങിപ്പോകും. ആളുകൾ പറയുന്നു, ഇവന്റെ പെണ്ണാണ് ഇന്നലെ വിളിച്ചോടിയത്, ഇവൻ
ഇവന്റെ പെണ്ണാണില്ല മറ്റേ പെണ്ണ്, ഇവന്റെ പെണ്ണാണ് അത് ചെയ്തത്, ഇവന്റെ പെണ്ണാണ് അത് ചെയ്തത്. എന്റെ ഭർത്താവിന്റെ നീറുന്ന മനസ്സ്, അവന്റെ കുനിഞ്ഞു പോകുന്ന ശിരസ്, അതിന്റെ മുമ്പിൽ പൊട്ടിക്കരയുന്ന പാവപ്പെട്ട ഭർത്താവ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട പെങ്ങളെ, പ്രണയമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എന്റെ ഒരു പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ എന്നെ പൊന്നുപോലെ നോക്കുന്ന എന്റെ ഭർത്താവിന്റെ ഹൃദയം വേദനിച്ചുകൂടാ, അവന്റെ ജീവിതത്തിൽ ഒരു ദുഃഖമുണ്ടായിക്കൂടാ. എന്നൊരു പെണ്ണിന്റെ ഹൃദയത്തിലേക്ക് ഭർത്താവെന്ന സമർപ്പണത്തിന്റെ വികാരം കടന്നു വരുമ്പോഴാ അതിനെ പ്രണയമെന്ന് പറയുന്നതെന്ന് കബീർ ബാക്കവി അടിവരയിടുകയാണ്. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ പ്രണയമെന്ന അക്ഷരത്തെ പറഞ്ഞത് ഭർത്താവിന്റെ മനസ്സിലേക്ക് ചേർത്ത് വെച്ചിട്ടാണ്. എന്റെ റസൂലുള്ളാഹിന്റെ ശിരസ് കുനിയാ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത് എനിക്ക് ബലപ്പെട്ടതല്ല. ഹബീബായ നബി തങ്ങളുടെ ജീവിതത്തിലേക്ക് സമർപ്പിച്ചു കൊടുത്ത പ്രണയാചാതുര്യത്തിന്റെ പ്രണയാത ജീവിതത്തിന്റെ മാണിക്യമുത്തേ ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹ. ഒരു കച്ചവടക്കാരന്റെ സത്യസന്ധതയ്ക്ക് കിട്ടിയ പാരിതോഷികമാണ് ഖദീജ റളിയല്ലാഹു അൻഹ. അവരുടെ പ്രണയ ദാമ്പത്യം തുടങ്ങലായി, അവരുടെ പ്രണയത്തിന്റെ ദാമ്പത്യം തുടങ്ങി. പഠിക്കാനേറെയുണ്ട് ഖദീജ, പാഠമാണ് ഖദീജ, ചരിത്രമാണ് ഖദീജ, തുറന്നു വെച്ച പുസ്തകമാണ് ഖദീജ. നടക്കാൻ കഴിയുന്ന വഴിത്താരകളിൽ എവിടെയെങ്കിലും മുള്ളു കാലിൽ കൊണ്ടാൽ പെങ്ങളെ വലിച്ചൂരി കളഞ്ഞിട്ട് റോസാപ്പൂവിനെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ കഴിയുന്ന ജീവിത പാഠങ്ങളെ വർത്തമാനകാല സമൂഹത്തിന് സമർപ്പിച്ച ഒരു ചരിത്രത്തിന്റെ പറഞ്ഞാൽ തീരാത്ത പുതുമയുള്ള നാരി പദമാണ് ഖദീജ റളിയല്ലാഹു അൻഹ. എനിക്ക് തന്റെ ഭർത്താവ് തലകുനിച്ച് നിന്നപ്പോ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അപ്പൊ പ്രവാചകനുമായിട്ടില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അള്ളാന്റെ റസൂലാന്ന് കരുതിയിട്ടല്ല, ആണോ? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായം 25. രണ്ടുപേരും കൂടി 25 വർഷമാണ് ഭാര്യ ഭർത്താക്കന്മാരെ ജീവിച്ചത്. റിപ്പോർട്ട് ചില്ലറ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 50ാമത്തെ വയസ്സിലാണ് ഖദീജ ബീവി വഫാത്താകുന്നത്. 25 വർഷം, കാൽ നൂറ്റാണ്ട് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു. നിങ്ങൾ ഞാൻ പറഞ്ഞ മനസ്സിലാവണില്ലേ? വായിക്കല് കേൾക്കണില്ലേ? കൊതിക്കില്ലേ? നമ്മൾ കേട്ടപ്പോ തല കുനിച്ചിരുന്ന് എഴുന്നേച്ചെന്നിട്ട് പറഞ്ഞു, എന്റെ ഭർത്താവിന്റെ പരമമായ യോഗ്യതയില്ലായ്മ നിങ്ങൾ പറയുന്നത് ദാരിദ്ര്യമാണെങ്കിൽ ഖദീജക്കുള്ളതെല്ലാം ഞാൻ എന്റെ നിബിധങ്ങൾക്ക് കൊടുക്കും. എന്റെ ഭർത്താവിന് അന്ന് നബി ആയിട്ടില്ല, ഖുർആൻ അവതരിച്ചിട്ടില്ല, ജിബ്രീൽ വന്നിട്ടില്ല, യാമൂസാണെന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ കൊടുത്തിരിക്കും. സുബ്ഹാനല്ലാഹ്. എല്ലാ ദിവസവും ഒരു പ്രസംഗത്തിന്റെ ഒരു അല്പഭാഗം, അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ ദീനീ പ്രവർത്തനങ്ങളെയും നീ കബൂലാക്കണേ അല്ലാഹ്.